Hi guys, what's my favorite Kissa perfume? I love Kissa. കിസ്സ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഈ ബ്രാൻഡിൻ്റെ കിസ്സ എന്നുള്ള ബ്രാൻഡിൻ്റെ പെർഫ്യൂം ഉപയോഗിച്ചാൽ ഇതിൻ്റെ കിസ്സകൾ നമ്മളിങ്ങനെ മറ്റൊരാൾക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ആ സ്മെല്ല് ഭയങ്കര രസമാണ്, ഈ സ്മെല്ല് ഭയങ്കര രസമാണ്, അവരുടെ ബോട്ടിൽ ഭയങ്കര രസമാണ്, അവരുടെ പ്രസൻറ്റേഷൻ ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കിസ്സകൾ പറയാൻ പറ്റിയൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വിത്തൗട്ട് എനി ഡിലേ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് മീ ഷാഹിദ്. വെൽക്കം ബാക്ക് ടു ഷാഹിദി സൺ റിവ്യൂസ്. ഓക്കെ, അപ്പോൾ വാട്ട്സ് മൈ ഫേവറേറ്റ് കിസ്സ പെർഫ്യൂം, അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് ആൻസർ ആയിട്ടുള്ളത് ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ഈ ഒരു കിസ്സൻ്റെ 1 2 3 4 5 6 7 8 9 ഉണ്ട്. ഇനിയും പർച്ചേസ് ചെയ്യും ഇൻഷാ അല്ലാ. ദുബായിൽ പോകുന്ന സമയത്ത് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഇതിൽ എൻ്റെ ഫേവറേറ്റ് കിസ്സൻ്റെ പെർഫ്യൂം ഏതൊക്കെയാണെന്നുള്ളത് ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഒരു റാങ്ക് ചെയ്യുമ്പോൾ പല പല സ്ഥാനങ്ങൾ കൊടുത്തേ പറ്റും. ഓക്കെ, ഇതിലൊന്നും എനിക്കൊരു ബാക്കിലോട്ട് വെക്കാൻ തോന്നിയ പെർഫ്യൂം അങ്ങനെ അല്ല കേട്ടോ. ഫസ്റ്റ് വൺ ഞാൻ കൊടുക്കുന്നത് കിസ്സൻ്റെ അക്കോയ. ഓക്കെ, ഇത് ഊദ് മറക്കൂജ, മൈസൺ ക്രിവേലി ഊദ് മറക്കൂജൻ്റെ ബ്യൂട്ടിഫുൾ ടിസ്റ്റാണ്. മാർക്കറ്റിൽ ഇതിനെ വെല്ലാൻ ഒരു ടിസ്റ്റ് ഇനി ആരും കൊണ്ടുവരില്ല, അത് കിസ്സ കൊണ്ടുപോയി. ഓക്കെ, ഓ മൈ ഗോഡ്, ആ ഒരു ഊദ് മറക്കൂജിൻ്റെ ഫ്രാഗ്രൻസിൽ ആ ഒരു സാഫ്രോണിൻ്റെയും ലെതറിൻ്റെയും സ്ട്രോങ്നെസ് കുറച്ചിട്ട് ഇതിലോട്ട് കുറച്ചും കൂടിയും ഒരു ബബിൾ ഗമി വൈബ് വിത്ത് ലെതറും പാഷൻ ഫ്രൂട്ടും അരോമാറ്റിക്കും സ്പൈസിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്റ്റഫാണ് ഫ്രം കിസ്സ. ഇതൊക്കെ ഈ ഫ്രാഗ്രൻസ് ഡിസൈൻ ചെയ്ത ആൾക്ക് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. ഫസ്റ്റ് അക്കോയ. ദ സെക്കൻഡ് വൺ എല്ലാവർക്കും അറിയായിരിക്കും, ഇമ്പീരിയൽ വാലി ഫ്രം കിസ്സ. ഇത് ഞാൻ ഉപയോഗിച്ച് എനിക്ക് ഏകദേശം സ്മെല്ല് മടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ദുബായിൽ എവിടെ പോയാലും ഒരു റെസ്റ്റോറൻറ്റ് പോയപ്പോൾ അവരുടെ എസിൻ്റെ ആ ഒരു ഇതുണ്ടാവുമല്ലോ, സെൻട്രലൈസ്ഡ് എസിയാണ്, അതിൻ്റെ ഉള്ളിൽ കൂടിയ ഈ ഒരു ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. അവരങ്ങനെ റെഡിയാക്കി വെച്ചാണ് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയും ഈ സാധനം വന്നിട്ടുണ്ട്. സെക്കൻഡ് വൺ ദിസ്. തേർഡ് വൺ കിസ്സൻ്റെ വൺ ആൻഡ് ഓൺലി. ഇതൊരു ഫെമിനിക് ടൈപ്പ് ഫ്രാഗ്രൻസ് ആണെങ്കിലും ഞാൻ നമ്മുടെ ഫോളോവേഴ്സിനോട് കൂടി പറഞ്ഞിട്ടുണ്ട്, ഫെമിനിക് ടൈപ്പ് ഫ്രാഗ്രൻസ് ഇസ് ദർ എനി സംതിങ് യുണീക്ക്, ഒരു യുണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി മൈ ഫേവറേറ്റ്. അതുപോലെ തന്നെയാണ് ദിസ് വൺ. മാത്രമല്ല ഇതിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു നോട്ട്സ് ഉണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ നോട്ട്സ്. ഇതിൽ വരുന്ന പാഷൻ ഫ്രൂട്ട് വിത്ത് കാരമൽ ഫ്രഷ് ഫ്രൂട്ടി ആ ഒരു ടൈപ്പാണ് വരുന്നത്. ദിസ് വൺ സൂപ്പർ നൈസ്. ലേഡീസിനൊക്കെ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നതാണ്. കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, പക്ഷെ എന്നിരുന്നാലും ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡായി. ദ ഫോർത്ത് വൺ മേ ബി സീന വാലി. ഇത് ഞാൻ കൂടുതൽ ഉപയോഗിച്ചിട്ടില്ല, സ്മെല്ല് ഇഷ്ടപ്പെട്ടു എടുത്തു. ഇത് ഇഷ്ടപ്പെടാനുള്ള കാരണം അക്കോയൻ്റെ സെയിം DNA ഇതിലുണ്ട്, പക്ഷേ ഇതിൽ കുറച്ചും കൂടി എന്തൊക്കെയോ ഒരു സ്വീറ്റ്നെസ്സും സ്പൈസി സിനമൺ ആണോ എന്തോ അറിയില്ല, അങ്ങനത്തെ ഒരു ടിസ്റ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ യൂസ് ചെയ്ത് നോക്കണം. യൂസ് ചെയ്തിരിക്കും ഇതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ദ ഫോർത്ത് വിൽ ബി ദിസ് വൺ. ഓക്കെ, പിന്നെ ദർ ഇസ് എ മോർ ചാൻസ് ഓൺ ലാലോണ. ഞാൻ ഇതിലേക്ക് സംഭവം വാങ്ങിയെന്നല്ലാതെ യൂസ് ചെയ്തിട്ടില്ല, സീരിയസ്ലി ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഡീക്കാൻറ്റും ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ, നല്ലൊരു അറബിക് സ്മെല്ലാട്ടത്, നല്ലൊരു അറബിക് ഒരു ടൈപ്പ് ഒരു സ്മെല്ലാണത്. ഇത് ഞാൻ ഒരു ദിവസം UAE ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എമിറാത്തിൻ്റെ ഉള്ളിൽ കയറിപ്പോയി. അപ്പോൾ നല്ല സ്മെല്ല്. അങ്ങനെ പുള്ളി ഇറങ്ങിയ സമയത്ത് ഞാൻ ഫോളോ ചെയ്തിട്ട് ചോദിച്ചു മഹാദൽ അത്തർ. അപ്പോൾ പുള്ളി നല്ല സ്മെല്ലാണ് ചോദിച്ചു. നല്ല സ്മെല്ല്, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് ഫ്രം കിസ്സ. അപ്പോൾ കിസ്സ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മൈൻഡിലോട്ട് നേരെ പോയത് 2 ഫ്രാഗ്രൻസാണ്. ഒന്ന് ലാലൂണ, പിന്നുള്ളത് ഹഡ്സൺ വാലി. അപ്പോൾ പിന്നൊക്കെ മനസ്സിലായി ലാലൂണയാണ്. ഹഡ്സൺ വാലി ആ ടൈപ്പ് ഫ്രാഗ്രൻസ് അല്ല, അറബിക് അല്ല, അതൊരു ഫ്രഷ് ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ്. അപ്പോൾ ആള് കിസ്സൻ്റെ ആണ്, ഒരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഞാൻ ലാലൂണാണ് ചോദിച്ചു. ഇപ്പോൾ ലാലൂണ അല്ലായിരുന്നു, മുപ്പേർക്ക് എൻ്റെ പേരറിയില്ല. ലാസ്റ്റ് കാണിച്ചു തന്നപ്പോൾ ലാലൂണനാണ്. ഓക്കെ, അപ്പോൾ ഇതിനും ഒരു ചാൻസ് ഉണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ വരാൻ. യൂസ് ചെയ്ത് നോക്കണം. ദ നെക്സ്റ്റ് വൺ ഇറ്റ്സ് കിസ്സൻ്റെ വോള. ഓക്കെ, ഞാൻ വിയോള എന്ന് ആദ്യം വായിച്ചിരുന്നത്, അങ്ങനെയല്ല, ഇറ്റ്സ് വോള.
ഓ മൈ ഗോഡ്, അതൊക്കെ ഒരു ലക്ഷറി സ്മെല്ലാട്ടോ. ഇത് മാർക്ക് ആൻഡ് ബറോസ് എന്നുള്ള ബ്രാൻഡിൻ്റെ ടിലിയ, അതുപോലെ ഗനമേഡ്, അതുപോലെ ടിലിയ, അതൊക്കെ മാർക്ക് ആൻഡ് ബറോസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അവരുടെ അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കറിയില്ല. അവരുടെ ഒരു പെർഫ്യൂം ഉണ്ട് ടിലിയ. ആ ടിലിയൻ്റെ ഒരു 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 ടിസ്റ്റാണ് ഇറ്റ്സ് വോള. ഓക്കെ ഓക്കെ, നൈസ് മാൻ. ഇത് നിങ്ങൾക്ക് സ്വീറ്റ്നെസ് ഒന്നും അങ്ങനെ തോന്നില്ല, ഒരു 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 പോളിഷ്ഡ് ടൈപ്പ് എന്നാൽ സ്വീറ്റ്നെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഗംഭീര ടിസ്റ്റാണ്. പക്ഷെ ഇത് ടിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടിലിയൻ ആണെന്നുള്ള സാധനം. യൂസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ റിവ്യൂ ഞാൻ പറയാനുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു റാങ്കിങ് വീഡിയോ എന്നുള്ള രൂപത്തിൽ ചെയ്യാണ്. ദ നെക്സ്റ്റ് വൺ ഇറ്റ്സ് ലിക്വിഡ് ഗോൾഡ് ഫ്രം ഹിസ. ലിക്വിഡ് ഗോൾഡ് ഞാൻ ഫസ്റ്റ് സ്നിഫിൽ എൻ്റെ സ്റ്റോറി, ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒക്കെ ഇട്ടിരുന്നു. ഓ മൈ ഗോഡ്, ഇത് കശ്മീർ ഊത്, സാഫ്രോൺ, ലെതർ, അരോമാറ്റിക്, റോസ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ്. സ്ട്രോങ് ആയിട്ടുള്ള ഊതാണത്. ഐ ലവ് ഊത് മാൻ, ദിസ് ഇസ് നൈസ്. പെർഫോമൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇറ്റ്സ് കലാബ്രിയ. ഇത് അറബ്സൊക്കെ നല്ല യൂസ് ചെയ്യുന്നുണ്ട്. സാധനം ഡിസ്കണ്ടിന്യൂ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം സാധനം തീരാനായിട്ടുണ്ട്. ഓക്കെ, ഇത് ഓ മൈ ഗോഡ്, ഞാൻ പോയ സമയത്ത് ഇതിൻ്റെ ടെസ്റ്റർ ഉണ്ട്, പക്ഷേ സാധനം ഡിസ്കണ്ടിന്യൂ, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് അറബ്സൊക്കെ നല്ല ഉപയോഗിക്കുന്ന ഒരു ഒരു ലെതർ, പച്ചോളി, സ്പൈസി, അരോമാറ്റിക് അങ്ങനത്തെ ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് ഹിസൻ്റെ കലാബ്രിയ. ഹിസ കലാബ്രിയ. ഓക്കെ, ദ ലാസ്റ്റ് വൺ ഹഡ്സൺ വാലി. ഹഡ്സൺ വാലി വരുന്നുണ്ട്, ഹഡ്സൺ വാലി 2 ഉണ്ട്. ഹഡ്സൺ വാലിയൊക്കെ ജിംബോ ക്വാളിറ്റിയറിൻ്റെ സ്കാൻഡൽ ഉണ്ട്. സ്കാൻഡൽ ഇൻഡൻസ്. സ്കാൻഡലിൻ്റെ ഇൻസ്പയർഡ് ആണ് ഹഡ്സൺ വാലി 1. സ്കാൻഡൽ ഇൻഡൻസിൻ്റെ ഇൻസ്പയർഡ് അല്ല, സോറി, ട്വിസ്റ്റാണ് ഹഡ്സൺ വാലി 2 വരുന്നത്. ഹഡ്സൺ വാലി 2ൻ്റെ ഒരു സാമ്പിൾ അവർ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് നല്ല സ്മെല്ലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്മെല്ല് ഇഷ്ടപ്പെടും. അതാണ് ഈ ബ്രാൻഡിൻ്റെ പ്രത്യേകത. ഓക്കെ, ഞാൻ ആ കിസ്സൻ്റെ ഷോറൂം കിയോസ്ക് വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് വേണ്ട, ഇതെന്ത് ഇങ്ങനത്തെ സ്മെല്ല്, കുത്തുന്ന സ്മെൽ, അങ്ങനത്തെ ഒന്നും തോന്നിയിട്ടില്ല. അവരുടെ ഒരു പ്രീമിയം 2000 ദിറംസൊക്കെ വരുന്നൊരു കളക്ഷൻ ഉണ്ട്. ആ കളക്ഷനൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള, പക്ഷേ എന്നിരുന്നാലും നൈസാണ് എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഹഡ്സൺ വാലി 2 ഒരു ഫ്രഷ് ഫ്രൂട്ടി ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ്. ഓക്കെ, അപ്പോൾ കിസ്സൻ്റെ ഇനി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യണം. റീഫ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇതെല്ലാം കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടാഞ്ഞിട്ടാണ് ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഡിലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ കിസ് ചെയ്യുന്ന നിങ്ങൾക്ക്, കിസ് നമുക്ക് ഓൾറെഡി ഞാൻ ഓൺ ആൻഡ് ഓളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇമ്പീരിയൽ വാലി നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ പിന്നെ കിസ്സൻ്റെ സെപ്പറേറ്റ് വീഡിയോ, സെപ്പറേറ്റ് റിവ്യൂ ഏതാ വേണ്ടെന്നുള്ളത് താഴെ എല്ലാവരും ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഓൺലൈനിലൊക്കെ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, ഇത് നിങ്ങൾ കിസ്സൻ്റെ ഷോറൂം അല്ല കിയോസ്കിൽ പോയിട്ട് മാത്രം വാങ്ങുക. ഒരുപാട് ഡ്യൂപ്സ് ഇറങ്ങിയിട്ടുണ്ട്. സെയിം ബോട്ടിൽ റീഫിൽ ചെയ്തിട്ട് ഡ്യൂപ്സ് ഇറങ്ങുന്നുണ്ട്. എസ്പെഷ്യലി സൗദിയിൽ കണ്ടമാൻ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേര് വാങ്ങി എനിക്ക് ഫോട്ടോ അയച്ച് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതും 120 റിയാലിനൊക്കെ, 120 റിയാലിനും തന്നെ ഒരിക്കലും ഇത് കിട്ടൂല. കാരണം അവർ ഹോൾസെയിലും ചെയ്യുന്നില്ല. ഇതിന് ഏകദേശം സൗദിയിൽ 300 അല്ല, ദുബായിൽ 265 ആ റേഞ്ചിൽ ഇതിന് പ്രൈസ് വരുന്നുണ്ട്. കുവൈത്തിലാണെങ്കിൽ 20% ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോ ഓരോ ഓഫറിലും കിട്ടില്ല സാധനം. നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റഫാണെങ്കിൽ ഓഫറൊന്നും വല്ലാതെ ആരും ഇടൂല. അത് ഒരു ബ്രാൻഡ് കീപ്പ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്, ഓഫർ ഇടാതെ അങ്ങനെ കൊണ്ടുപോകുക. ചിലർ ഓഫറിൻ്റെ പെരുമഴക്കാരം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ബിസിനസ് സ്ട്രാറ്റജി. ഓക്കെ, പിന്നെ അപ്പോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇതിലേതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഫസ്റ്റ് ടൈം വേണ്ടെന്നുള്ള താഴെ ഒന്ന് കോമെൻറ്റ് ബിലോ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ഓഫ് ഷാഹിദി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. പ്രൈസൊക്കെ എല്ലാത്തിനും സെയിം ആയിരിക്കും, 520 ആയിരിക്കും, 5 ml ഇൻക്ലൂഡിങ് ഡെലിവറി. അപ്പോൾ വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് വാങ്ങാം. എന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് സ്മെല്ല് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയും, ബ്രോ എനിക്ക് ഈ പെർഫ്യൂം കൊണ്ടുവരണം എന്നുള്ളത്. ദാറ്റ്സ് ഗുഡ് ഐഡിയ മാൻ, ട്രൈ ഇറ്റ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യുക. ഓക്കെ.